ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമൊക്കെ അടുത്ത ഒരു സമയത്ത്, അതായത് ചില ആളുകൾക്കൊന്നും ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ചിലരെങ്കിലും ഇനി പുതിയതായിട്ട് പഠിച്ചു തുടങ്ങാം, അതായത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഇനിയെങ്കിലും അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നൊക്കെ നോക്കിയിരിക്കുന്ന ആളുകൾക്ക് നല്ലൊരു സുവർണ്ണ അവസരമാണ് ഇത് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. കാരണം മറ്റ് ഡിഗ്രി എക്സാമുകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുന്ന ഒരു പോസ്റ്റാണ് ഇത് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത എക്സാം എന്നത്തേക്കാണ്, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് വരും, കഴിഞ്ഞ എക്സാമിൻ്റെ ഒരു നില എന്താണ്, അതിൻ്റെ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ്, അതിൻ്റെ അഡ്വൈസ് എങ്ങനെയാണ് പോയിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ എക്സാം വിളിച്ചത് കാറ്റഗറി കോഡ് 02/2022 26/2022 എന്ന കാറ്റഗറി കോഡിലാണ് എക്സാം വിളിച്ചിരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്, അതായത് നമ്മുടെ ഇതൊരു പൂർണ്ണമായിട്ടും ഒരു ഗവൺമെൻറ് ജോലിയാണ്, കേരള ഗവൺമെൻറ് ജോലിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കേരള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ വരുന്ന കമ്പനികളിലേക്കും കോർപ്പറേഷനുകളിലേക്കും ക്ഷേമനിധികളിലേക്കും ഒക്കെയാണ് എന്ത് വരുന്നത്, ഇതിലേക്ക് നിയമനം വരുന്നത്. അതിൽ LD ക്ലർക്കായിട്ടും അസിസ്റ്റൻറ്റ് ഗ്രേഡൊക്കെ ആയിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, നിയമനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് KSFE, KCB തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് എന്ത് നിയമനം ക്ഷണിക്കുന്നത്. ഇത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ആണ്. അതുപോലെ സെലക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, സ്റ്റേറ്റ് വൈഡ് ഒരു എക്സാമാണ്. ഇനി നമുക്ക് നോക്കാം, ഇത് നെയിം ഓഫ് ദ ഫേം. നമ്മൾ പറഞ്ഞു എന്ത്, കേരള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലേക്കുള്ള വിവിധ കമ്പനികളിലേക്കും കോർപ്പറേഷനിലേക്കും ക്ഷേമനിധികളിലേക്കും ബോർഡിലേക്കും ഒക്കെയാണ് എന്ത് നിയമനം എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം ഇതുപോലെ KSFE അതുപോലെ KCB അങ്ങനെയുള്ള തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് എന്ത് നിയമനം വരുന്നത്. നെയിം ഓഫ് പോസ്റ്റ് ജൂനിയർ അസിസ്റ്റൻറ്റ്, കാഷ്യർ, അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, ക്ലർക്ക് ഗ്രേഡ് 1, ടൈം കീപ്പർ ഗ്രേഡ് 2, സീനിയർ അസിസ്റ്റൻറ്റ്, ഈ തുടങ്ങിയവയാണ് ഇത് നെയിം ഓഫ് പോസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഡിഗ്രി ലെവൽ എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 ഘട്ടമായിട്ടാണ് എന്ത് നടക്കുക, എക്സാംസ് നടക്കുക. ഒന്ന് പ്രിലിമിനറി എക്സാം ഉണ്ട്, അതുപോലെ തന്നെ മെയിൻസ് എക്സാം ഉണ്ട്. പ്രിലിമിനറി എക്സാംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു എലിജിബിലിറ്റി ടെസ്റ്റാണ്. നമുക്ക് പ്രിലിംസ് കടക്കുന്നവർക്ക് മാത്രമാണ് എന്ത് മെയിൻസിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 2 ഘട്ട എക്സാം ആയിരിക്കും, ആ കാര്യം എപ്പോഴും ഓർമ്മയിലിരിക്കുക. ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്, മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് 13/3/2024 13/3/2024. അപ്പോൾ നമുക്കറിയാം ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് ഏകദേശം ഒരു 3 വർഷമാണ് എന്ത് അതിൻ്റെ കാലാവധി വരുന്നത്. അപ്പോൾ 13/3/2024 വന്ന റാങ്ക് ലിസ്റ്റ് 3 വർഷം കാലാവധി ഉണ്ട്. അപ്പോൾ എന്നുവരെ ആയിരിക്കും, 13/3/2027 വരെയാണ് എന്ത് ലിസ്റ്റിൻ്റെ കാലാവധി വരികയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ 2025 അവസാനത്തോടു കൂടി തന്നെ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിലാണ് 2026 ഒരു മെയ് മാസത്തോടു കൂടി അതിൻ്റെ പ്രിലിംസൊക്കെ നടത്തി ഒരു ഒക്ടോബർ സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ മെയിൻസ് എക്സാം ഉണ്ടാവുകയുള്ളൂ. ബാക്കി പ്രൊസീജിയറൊക്കെ നടന്ന് 2027 ഒരു റാങ്ക് ലിസ്റ്റൊക്കെ വരണമെങ്കിൽ എന്തുണ്ടാവും, ഈ വർഷം അവസാനം തന്നെ നമുക്കിതിൻ്റെ എക്സാം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത വർഷം മെയ്യോട് കൂടിയൊക്കെ എന്തുണ്ടാവും, ഇതിൻ്റെ ഒരു എക്സാമും പ്രിലിമിനറി എക്സാമും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പഠനം തുടങ്ങാൻ. അപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെയൊക്കെ സിലബസ് എന്ന് പറഞ്ഞാൽ ഏകദേശം എന്താണ്, സെയിം ആണ്. അപ്പോൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ളവർ എന്ത് ചെയ്യുക, നമ്മൾ ആ സിലബസ് വെച്ച് തന്നെ പഠിച്ചു തുടങ്ങുക. എപ്പോഴും നല്ലതെന്ന് പറയുന്നത് നമ്മൾ മെയിൻസ് മുന്നിൽ കണ്ട് തന്നെ പഠിക്കണതായിരിക്കും. നമുക്ക് ഏകദേശം 1 വർഷത്തോളം സമയം കിട്ടുന്ന ഒരു പോസ്റ്റാണിത്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി നമുക്ക് പ്രിപ്പറേഷൻ ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1 വർഷത്തോളം സമയം കിട്ടും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ഏകദേശം നമ്മൾ മെയിൻസിൻ്റെ സിലബസ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രിപ്പറേഷൻ ആരംഭിക്കാൻ. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ ഇടം ലഭിക്കും. അപ്പോൾ ഓർക്കുക,
3 വർഷം കാലാവധി ഏകദേശം 2027 കൂടി എന്ത് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും. ഇതിൻ്റെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് 43.33 ആയിരുന്നു. അപ്പോൾ 43.33 ആയിരുന്നു ഇതിൻ്റെ കട്ട് ഓഫ് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കും എളുപ്പമാണെന്നൊന്നും പുതിയതായിട്ട് എഴുതുന്ന ആരും വിചാരിക്കരുത്. ഡിഗ്രി ലെവലാവുമ്പോൾ അതേ സ്റ്റാൻഡേർഡ് ലെവലിൽ തന്നെയായിരിക്കും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ളൊരു പഠനം വേണം. ഏകദേശം സിലബസിൽ മാത്രം ഒതുങ്ങിക്കൂടാണ്ട് നമ്മൾ വിശാലമായ രീതിയിൽ വേണം ഇതിൻ്റെ പഠനം തുടങ്ങാൻ. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മുടെ മുമ്പിൽ ധാരാളം സമയമുണ്ട്, അത് നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഒരു അഡ്വൈസിൻ്റെ ലെവലാണ് നോക്കുന്നത്. 17/1/2023 ഏകദേശം 1684 എന്ത് പോയിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. ഇപ്പോഴത് ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒക്കെ ആയിട്ട് ഇതിൻ്റെ അഡ്വൈസ് ഏകദേശം ഒരു 2000-ന് മുകളിൽ അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിഗ്രി ലെവൽ എക്സാംസിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുന്നതും നിയമനം ലഭിക്കുന്നതുമായിട്ടുള്ളൊരു പോസ്റ്റാണ് ഇത് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാത്രം നമ്മുടെ മൈൻഡിൽ വയ്ക്കുക. നമുക്ക് നല്ലൊരു ടൈം ഉണ്ട് നമ്മുടെ മുമ്പിൽ. അത് നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് ജോലി, അതായത് നമ്മൾ സ്വപ്നം കാണുന്ന പോലെ നല്ല സേഫ് ആയിട്ടൊരു ജോലി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പോഴേ അതിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിക്കുക എന്നുള്ള കാര്യം മറക്കരുത്. ഇനി ഇതുപോലെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, പുതിയതായിട്ടോ അല്ലെങ്കിൽ ഇപ്പോഴും കേരള PSC എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുക, മിൻറ്റ് ഒപ്പം ഉണ്ട്, ജോയിൻ ചെയ്യുക. അതിൽ എന്തൊക്കെ അവൈലബിൾ ആണ്? കേരള PSC, ബാങ്കിങ്, SSC, റെയിൽവേ, അതുപോലെ 8 മുതൽ 12 വരെയുള്ളവർക്ക് സ്കൂൾ ട്യൂഷൻ, മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ്, എൻട്രൻസ് കോച്ചിങ്, അതുപോലെ LLB ക്ലാസ്സസ്, ഫിനിഷിംഗ് സ്കൂൾ, ഇതൊക്കെ എന്താണ് മിൻറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ്, അതുപോലെ ടെസ്റ്റ് സീരീസ്, മന്ത്ലി വീക്ക്ലി ഒക്കെ എന്തുണ്ട്, ടെസ്റ്റ് സീരീസ്, സബ്ജക്റ്റ് വൈസ് ടെസ്റ്റ്, ബുക്ക്, ഇതെല്ലാം മിൻറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്? ബാങ്കിങ് ഫൗണ്ടേഷൻ, കോപ്പറേറ്റീവ് ജൂനിയർ ക്ലർക്ക് SSC, KTech 1, SBCID, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ബാച്ച്, ദേവസ്വം ബോർഡ്, LD ബാച്ച്, ഇതൊക്കെ മിൻറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം.